ഒരു കാലത്ത് സ്വിംഗ് ബൗളിംഗിന്റെയും അതിസൂക്ഷ്മമായ വൈദഗ്ധ്യത്തിന്റെയും പര്യായമായിരുന്ന ഭുവനേശ്വർ കുമാർ ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിലെ പ്രധാന ശ്രദ്ധാകേന്ദ്രത്തിൽ നിന്ന് ഒരു പരിധിവരെ മാറിയിരിക്കുന്നു. സഹതാരങ്ങൾ റൺസ് വഴങ്ങുമ്പോൾ പോലും സ്ഥിരമായി കുറഞ്ഞ എക്കണോമി റേറ്റ് നിലനിർത്തിയിരുന്ന ലോർഡ്സിൽ 5 വിക്കറ്റ് നേട്ടം കൈവരിച്ച IPL തുടർച്ചയായി 2 തവണ പർപ്പിൾ ക്യാപ്പ് നേടിയ ഏക ബൗളറായ ഭുവനേശ്വർ കുമാറിന് എന്ത് സംഭവിച്ചു? ഭുവനേശ്വർ കുമാറിന്റെ പ്രശ്നങ്ങളുടെ തുടക്കം അദ്ദേഹത്തിന്റെ സീം പൊസിഷനിലെ മാറ്റത്തിൽ നിന്നാണ്. 2012-13 കാലഘട്ടത്തിൽ മികച്ച സ്വിംഗ് നൽകിയിരുന്ന അദ്ദേഹത്തിന്റെ സീം പൊസിഷൻ 2016-17 കാലഘട്ടമായപ്പോഴേക്കും മാറി. ഇത് പേസ് വർദ്ധിപ്പിക്കാനുള്ള ബോധപൂർവമായ ശ്രമത്തിന്റെ ഫലമായിരുന്നു. എന്തുകൊണ്ടാണ് ഭുവനേശ്വർ പേസ് വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചത്? 2014 ഇംഗ്ലണ്ട് പര്യടനത്തിൽ ഭുവനേശ്വർ ഇന്ത്യയുടെ പ്രധാന വിക്കറ്റ് വേട്ടക്കാരനായിരുന്നു. എന്നാൽ സ്വിംഗിനെ മാത്രം ആശ്രയിക്കുന്നത് അദ്ദേഹത്തിന്റെ വേഗതയെ കുറച്ചു. 120 കിലോമീറ്റർ വേഗതയിൽ മാത്രം പന്തെറിയുന്നത് കുറഞ്ഞ സ്വിംഗ് സാഹചര്യങ്ങളിൽ അദ്ദേഹത്തെ ഫലപ്രദമല്ലാതാക്കി. ഈ പ്രശ്നം 2015 ഓസ്ട്രേലിയൻ പര്യടനത്തിൽ കൂടുതൽ പ്രകടമായി. അന്ന് വിരാട് കോഹ്ലിയുടെയും രവിശാസ്ത്രിയുടെയും കീഴിൽ ഇന്ത്യൻ പേസ് ആക്രമണം കൂടുതൽ ഡിസ്ട്രക്റ്റീവ് ആകാൻ തുടങ്ങി. ബാറ്റ്സ്മാൻമാരെ പേസ് കൊണ്ട് ഭയപ്പെടുത്തുന്ന ഫാസ്റ്റ് ബൗളർമാരെയാണ് തനിക്ക് ആവശ്യമെന്ന് കോഹ്ലി വ്യക്തമാക്കി. ടീമിന്റെ ഈ ആവശ്യം ഭുവനേശ്വറിന് ബോധ്യമായി. ഇത് പേസ് വർദ്ധിപ്പിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. വേഗത കൂട്ടാനുള്ള ശ്രമത്തിൽ പന്തിനെ സ്വിംഗ് ചെയ്യിക്കാൻ സഹായിച്ചിരുന്ന കൈത്തണ്ടയുടെ ഫ്ലിക്ക് കുറഞ്ഞു. ഇത് ഭുവനേശ്വറിനെ ഒരു സാധാരണ ബൗളറാക്കി മാറ്റി. അദ്ദേഹത്തിന്റെ പ്രകടന മികവ് കുറഞ്ഞു. സ്വിംഗിനെ ത്യജിച്ചതിന് അദ്ദേഹത്തിന് അന്ന് വലിയ വിമർശനം നേരിടേണ്ടി വന്നു. എങ്കിലും അദ്ദേഹത്തിന്റെ കഠിനാധ്വാനം ഫലം കണ്ടു. 2016-17 ഭുവനേശ്വർ കുമാറിന്റെ IPL പീക്ക് സീസണ് സാക്ഷ്യം വഹിച്ചു. ഈ 2 സീസണുകളിലും അദ്ദേഹം പർപ്പിൾ ക്യാപ്പ് നേടി. IPL ചരിത്രത്തിൽ ഈ നേട്ടം കൈവരിച്ച ഒരേയൊരു ബൗളറാണ് അദ്ദേഹം. വർദ്ധിച്ച പേസ് ആക്രമണത്തിന് ഡെത്ത് ഓവറുകളിൽ കൃത്യമായി യോർക്കറുകൾ എറിയാനും സഹായമായി. 2017 ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയ്ക്കായി ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരവും അദ്ദേഹമായിരുന്നു. എന്നാൽ ഉയർന്ന പേസിൽ പന്തെറിയാൻ ആവശ്യമായ അധികം പ്രയത്നം പരിക്കുകളുടെ തുടക്കത്തിന് കാരണമായി. 2018 ഏപ്രിൽ 22 ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായ മത്സരത്തിന് ശേഷം അദ്ദേഹത്തിന് പുറംവേദന അനുഭവപ്പെട്ടു. ഇത് പിന്നീട് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നുള്ള പുറത്താകലിനും വഴിയൊരുക്കി. ഭുവനേശ്വർ കുമാർ ഇന്ത്യക്ക് വേണ്ടി കളിച്ച അവസാന ടെസ്റ്റ് മത്സരം 2018 ജനുവരി 24 2018 IPL ശേഷം ഇംഗ്ലണ്ട് പര്യടനത്തിൽ വെച്ച് അദ്ദേഹത്തിന് നടുവേദന അനുഭവപ്പെട്ടു. 2019 ലോകകപ്പിലും അദ്ദേഹത്തിന് പരിക്ക് പറ്റി. തുടർന്ന് ചില മത്സരങ്ങൾ നഷ്ടമാവുകയും ചെയ്തു. പരിക്കുകൾ ഒരു കാരണമായിരുന്നെങ്കിലും ജസ്പ്രീത് ബുംറ, മുഹമ്മദ് ഷമി തുടങ്ങിയ കഴിവുള്ള പേസ് ബൗളർമാരുടെ കടന്നുവരവ് അദ്ദേഹത്തിന് ടെസ്റ്റ് ടീമിൽ നിന്ന് പുറത്താകാൻ മറ്റൊരു കാരണമായി. രവിശാസ്ത്രി ഭുവനേശ്വർ കുമാർ ഇനി വൈറ്റ് ബോൾ ഫോർമാറ്റുകൾ മാത്രമേ കളിക്കൂ എന്ന് പ്രസ്താവിച്ചു. എന്നാൽ വൈറ്റ് ബോൾ ക്രിക്കറ്റിലും പരിക്കുകൾ അദ്ദേഹത്തെ വേട്ടയാടി. 2019 ഡിസംബറിലും 2020 IPLലും അദ്ദേഹത്തിന് പരിക്കേറ്റു. ഒരു പോരാളിയായ ഭുവനേശ്വർ കുമാർ 2021 മാർച്ചിൽ ഇംഗ്ലണ്ടിനെതിരെ ശക്തമായ തിരിച്ചുവരവ് നടത്തി. എന്നാൽ 2021 IPL അദ്ദേഹത്തിന്റെ ഏറ്റവും മോശം സീസണായി മാറി. ഇത് പലരെയും അദ്ദേഹത്തിന്റെ കരിയർ അവസാനിച്ചുവെന്ന് വിശ്വസിക്കാൻ പ്രേരിപ്പിച്ചു. 2021 T20 ലോകകപ്പിലെയും 2022 ജനുവരിയിലെ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിലെയും അദ്ദേഹത്തിന്റെ മോശം പ്രകടനങ്ങൾ ഈ ഭയങ്ങളെ ഊട്ടിയുറപ്പിച്ചു. 2022 IPL അദ്ദേഹത്തിന് അന്താരാഷ്ട്ര തിരിച്ചുവരവിന് പ്രതീക്ഷ നൽകി. 2022 T20 ലോകകപ്പിൽ മികച്ച എക്കണോമി ഉണ്ടായിരുന്നെങ്കിലും വിക്കറ്റ് നേട്ടം കുറവായിരുന്നു. 2022 നവംബർ 22 ന്യൂസിലൻഡിനെതിരെയാണ് അദ്ദേഹത്തെ അവസാനമായി ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നത് കണ്ടത്. സീം പൊസിഷനിലെ മാറ്റവും പരിക്കുകളും പ്രധാന കാരണങ്ങളായിരുന്നെങ്കിലും അദ്ദേഹത്തിന് ഒരു പ്രധാന വ്യക്തിപരമായ പോരാട്ടവും ഉണ്ടായിരുന്നു. 2020 സെപ്റ്റംബറിൽ പിതാവിന് കരൾ അർബുദം കണ്ടെത്തി. 2021 IPLന്റെ ആദ്യപാദത്തിൽ പിതാവിന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ആശങ്ക അദ്ദേഹത്തിന്റെ ബൗളിങ്ങിനെ ബാധിച്ചു. തുടർന്ന് മെയ് 20 അദ്ദേഹത്തിന് പിതാവിനെ നഷ്ടപ്പെടുകയും ചെയ്തു. ഇന്ത്യൻ ടീമിന്റെ വാതിൽ അടഞ്ഞുവെന്ന് തോന്നിയെങ്കിലും ഭുവനേശ്വർ കുമാർ തോൽക്കാൻ തയ്യാറായുള്ള ഒരാളായിരുന്നില്ല. 2024 6 വർഷത്തിന് ശേഷം അദ്ദേഹം ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലേക്ക് മടങ്ങിയെത്തി. ബംഗാളിനെതിരെ 8 വിക്കറ്റ് നേട്ടം സ്വന്തമാക്കി. ആഭ്യന്തര ക്രിക്കറ്റിലെ ഈ മികച്ച പ്രകടനങ്ങൾ IPLൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ അദ്ദേഹത്തെ 10.75 കോടി രൂപയ്ക്ക് സ്വന്തമാക്കാൻ കാരണമായി. വിമർശകരെ നിശബ്ദരാക്കി അദ്ദേഹം സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ ജാർഖണ്ഡിനെതിരെ ഹാട്രിക്കും നേടി. 2025 IPLലും ഭുവനേശ്വർ കുമാർ തന്റെ മികവ് തെളിയിച്ചു. പതിവ് പോലെ പവർ പ്ലേ ഓവറുകളിൽ നിർണായക വിക്കറ്റുകൾ നേടുകയും റൺസ് നിയന്ത്രിക്കുകയും ചെയ്തുകൊണ്ട് അദ്ദേഹം ടീമിന്റെ പ്രധാന പേസ് ബൗളറായി തിളങ്ങി. 17-ാം വയസ്സിൽ സച്ചിൻ ടെണ്ടുൽക്കറെ 0 പുറത്താക്കിയ ഭുവനേശ്വർ കുമാർ തന്റെ കരിയർ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച സീസണായിരുന്നു 2025 IPLലേത്. തളരാത്ത മനോവീര്യത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും പ്രതീകമാണ് ഭുവനേശ്വർ കുമാർ. അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്ക് വലിയ പ്രതീക്ഷ നൽകുന്നു. പക്ഷേ ഇനി ഇന്ത്യൻ ടീമിലേക്ക് ഒരു കടന്നുവരവ് സാധ്യമാകുമോ എന്നത് കണ്ടുതന്നെ അറിയണം.